സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ കോൺഗ്രസും മറ്റ് പാർട്ടികളുമൊക്കെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. അദ്ദേഹം ഏപ്രിൽ ആദ്യവാരത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിലായിരുന്നു പരാതി. അതിന്മേൽ നോട്ടീസ് നൽകുന്നത് ഏപ്രിൽ 25-ാം തീയതിയാണ്. അതിനുശേഷം BJPയുടെ വിശദീകരണം കേൾക്കുന്നു. BJPയുടെ വിശദീകരണത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ്, അതായത് മെയ് ഏതാണ്ട് അവസാനിക്കാറാകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊരു തീരുമാനത്തിലെത്തുന്നത്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ചൊല്ലി BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ 2 പരാതികളിന്മേലും പ്രസംഗം നടത്തിയ ആൾക്കല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്, അതാത് പാർട്ടികളുടെ അധ്യക്ഷന്മാർക്കാണ്. BJPയെ സംബന്ധിച്ച് JP നദ്ദയ്ക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് AICCയുടെ പ്രസിഡൻ്റായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും. ഈ 2 പരാതികളും പരിഗണിക്കുകയും 2 പരാതിക്കാരിൽ നിന്നും വിശദീകരണം തേടുകയും ഈ വിശദീകരണം കേട്ടതിന് ശേഷം ഒരു തീരുമാനമെടുക്കുകയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. തീരുമാനം ഈ വിശദീകരണം, അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ആരോപണത്തിന്മേൽ ഈ പാർട്ടിയുടെ പ്രസിഡന്റുമാർ നൽകിയ വിശദീകരണം ന്യായയുക്തമാണ് എന്ന് തോന്നുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഈ താരപ്രചാരകരെ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്ന് താരപ്രചാരകരോട് നിങ്ങൾ നിർദ്ദേശം നൽകണം, അല്ലെങ്കിൽ അങ്ങനെ പരാമർശം നടത്തുന്നതിൽ നിന്ന് അവരെ വിലക്കണം എന്ന് അതാത് പാർട്ടികളുടെ പ്രസിഡന്റുമാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം 2 മതവിഭാഗങ്ങൾക്കിടയിൽ വൈരം വളർത്തുന്ന വിധത്തിൽ പ്രസംഗിക്കുന്നു എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനിലെ പ്രസംഗമാണ് ആദ്യത്തെ പരാതിക്ക് ആധാരമായത്. രാജ്യത്തെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക്, കോൺഗ്രസ് അധികാരത്തിൽ നിന്നാൽ രാജ്യത്തെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക്, സമ്പത്തിന്മേലുള്ള പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്ക് കൈമാറും എന്നും അത് മുൻപ് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. വസ്തുതാവിരുദ്ധമായ ആരോപണമാണത്. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ സമ്പത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമായി കോൺഗ്രസ് പകുത്തു നൽകും എന്നായിരുന്നു. ഇത് വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ പരാതി. ഈ പ്രസംഗം സാധാരണക്കാരായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ തന്നെ അതിൽ വർഗീയമായ വൈരം വളർത്താൻ പാകത്തിലുള്ള പരാമർശമാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്ന ഒന്നാണ്. പിന്നീട് തുടർച്ചയായി അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കുമുള്ള സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, അതാണ് അവരുടെ പ്രകടനപത്രത്തിൽ പറയുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ക്രിക്കറ്റ് ടീമിലേക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നുവരെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരായ പരാതി എന്ന് പറയുന്നത് അദ്ദേഹം ജാതി സെൻസസ് ഉയർത്തുക വഴി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു BJPയുടെ ഒരാരോപണം. മറ്റൊന്ന്, BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടനയെ ഇല്ലാതാക്കും, ഭരണഘടന അട്ടിമറിക്കപ്പെടും എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള പരാതിയായിരുന്നു. ഈ 2 പരാതികളും തമ്മിൽ കമ്മീഷൻ എങ്ങനെയാണ് ഒരേപോലെ കാണുന്നത് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. എന്തായാലും നമുക്ക് ഈ കമ്മീഷൻ്റെ തീരുമാനത്തിലേക്ക് ആദ്യം വരാം. നമുക്കൊപ്പമുള്ളത് പ്രമോദ് പുഴങ്കരയാണ്, എഴുത്തുകാരനും ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെയായ പ്രമോദ് പുഴങ്കര. പ്രമോദ്, നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തെ ഒരു സാധാരണ പൗരന്മാർ എന്നുള്ള നിലയിൽ നോക്കിക്കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ കമ്മീഷൻ പറയുകയും എന്നിട്ടൊരു ഉപദേശ രൂപേണ നിങ്ങളിത് നടത്തരുത് എന്ന് ഈ താരപ്രചാരകരോട് പറയണം, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് വിലക്കണം എന്ന് പാർട്ടി അധ്യക്ഷന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും അധികാരമുള്ള ഒരു ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു ജനാധിപത്യത്തിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നതിൽ ഏറ്റവും നിർണായകമായൊരു പ്രക്രിയയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയെങ്കിലും നടന്നാൽ. ഇപ്പോൾ വടക്കൻ കൊറിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, റഷ്യയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അത്തരത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടന്നാൽ പോരാ ഒരു ജനാധിപത്യ സമൂഹത്തിന് അതിനെ ജനാധിപത്യ സമൂഹമാക്കി നിലനിർത്തുന്ന പ്രക്രിയയെ ശക്തിപ്പെടുത്തുക. തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, ജനങ്ങൾക്ക് ജനാധിപത്യപരമായ പങ്കാളിത്തമുള്ളതായിരിക്കണം. അതിൽ അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റു തരത്തിലുള്ള ഈ
അധികാരത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ഇടപെടലുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തോടു കൂടിയുള്ളതായിരിക്കണം തെരഞ്ഞെടുപ്പ്. അല്ലാതെ വെറുതെ ഒരു ദിവസം രാവിലെ പോയി വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മാത്രം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടക്കില്ല. നമ്മുടെ രാജ്യം തന്നെ അനീതിയുടെ നിരവധിയായ അടരുകളിൽ കെട്ടിപ്പടുത്ത ഒന്നാണ് എന്നുള്ളത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലും അതൊക്കെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് വേറെ സംഗതിയാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരിലൊക്കെ ശതകോടീശ്വരന്മാരും കുറ്റവാളികളും ഒക്കെയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അതൊക്കെ മാറ്റി നിർത്തിയാലും ഒരു 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 സംവിധാനം എന്നുള്ള നിലയിൽ ഇതിനെ ശരിയാക്കി കൊണ്ടുവരുന്നതിന് കൃത്യമായ അധികാരങ്ങൾ ഈ ഫ്രെയിംവർക്കിനുള്ളിൽ കിട്ടിയ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിൻ്റെ പ്രത്യേകിച്ചും 1990-കളിലൊക്കെ വളരെ കൃത്യമായ, അതിനു മുമ്പ് ഒരു പേപ്പർ ടൈഗറായിട്ട് നിലനിന്നിരുന്നു എന്നുള്ള ആക്ഷേപം കേൾക്കെ തന്നെ ഒരു ശേഷന്റെ ഒക്കെ വരവോടുകൂടിയും പിന്നീട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഒരു ഫെഡറൽ പൊളിറ്റിക്സിന്റെയും റീജിയണൽ പാർട്ടീസിന്റെയൊക്കെ ഇടപെടലോടുകൂടിയും ഒക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടായ വലിയ ചില മാറ്റങ്ങൾ, ഗുണപരമായ ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലം, കമ്പാരിറ്റീവ്ലി ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നിരുന്നു. അതിൽ നിന്നും ഇത് വീണ്ടും ഭരണകൂടം എന്ന് അതിനേക്കാൾ ഉപരി ഭരിക്കുന്ന സർക്കാരിന്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പാർട്ടിയായ BJPയുടെ ഒരു ഏറാൻ മൂളിയായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയതാണ് 2014 തൊട്ട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാവിധ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും ഭരണകൂടത്തിനെ തന്നെ ഹിന്ദുത്വവൽക്കരിക്കുകയും അതിനൊപ്പം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന, അതിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഒരു ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള, ഏറ്റവും തെളിച്ചത്തിൽ നിൽക്കുന്ന ഉദാഹരണമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ നേരത്തെ രാജീവ് പറഞ്ഞ ഈ സംഭവങ്ങളിൽ നിന്നും ഈ നിരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ ഒരു സാധാരണ പൗരൻ ഇതിൽ കാണേണ്ടതും കാണുന്നതും. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വീഴ്ച ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. അത് വളരെ കൃത്യമായി ഇത്തരത്തിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലമാക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. രാജീവ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ BJP, ഞാൻ അതിന്റെ മറ്റൊരു ഭാഗം കൂടി പരാമർശിച്ചിട്ട് ഇതിലേക്ക് വരാം. അതായത് BJP ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരുപാട് രാഷ്ട്രീയ അജണ്ടകൾ, ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയിലും ഒക്കെ ഊന്നിയെന്നുകൊണ്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മെറ്റാ നരേറ്റീവായിട്ട്, ഒരു ബൃഹദാഖ്യാനമായിട്ട് കൊണ്ടുവരുന്നതിൽ അവർ വാസ്തവത്തിൽ പരാജയപ്പെട്ടു. അതാണ് സംഗതി. ഇത് അവർ തോൽക്കുമെന്നുള്ളതിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അത് പരാജയപ്പെട്ടു. അത് രാമക്ഷേത്ര നിർമ്മാണമായാലും പ്രാണപ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ച് അവിടെ നിന്നുണ്ടാക്കിയ ആ രാമക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ അജണ്ടയായാലും ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ ആയാലും യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് ചർച്ചയായാലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ പൊതുവാഖ്യാനമായി കൊണ്ടുവരുന്നതിൽ ഒരു പൂർണ്ണമായ വിജയം കണ്ടെത്താൻ കഴിയില്ല. ഇതിന്റെ ഭാഗമായാണ് ബാക്ക് ടു ബേസിക്സ് എന്നുള്ള മട്ടിൽ BJPയും പ്രധാനമായും അതിന്റെ ഒരു മുഖമുദ്രയായ, അതിന്റെ താരപ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക്, RSSന്റെയും BJPയുടെയും അടിസ്ഥാന പ്രമാണമായ വർഗീയവാദത്തെ പരസ്യമായി പറയുന്നതിലേക്കും മുസ്ലിം വിരുദ്ധതയിലേക്കും ജനാധിപത്യ വിരുദ്ധമായ പ്രയോഗങ്ങളിലേക്കും പ്രചാരണത്തിലേക്കും പോയത്. അങ്ങനെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രാജസ്ഥാനിലെ ബത്സ്വാഡയിൽ നടന്ന കുപ്രസിദ്ധമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാകില്ല. പ്രധാനമന്ത്രി മോദി ഒഴിച്ച് ഒരു പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ വിദ്വേഷം ഓർമ്മിപ്പിക്കുന്ന ഇത്തരം ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ടാവില്ല. മോദിയുടെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അത്ഭുതമില്ലാത്രയും അധമവും ഹീനവുമായ പ്രസംഗങ്ങൾക്കും വർഗീയ വിദ്വേഷ വെറുപ്പിന്റെ പ്രചാരണങ്ങൾക്കും പേരുകേട്ട ഒരാളാണ് അയാൾ. ഇത് ഒരു ദിവസമായിട്ട് നിന്നില്ല. നിരവധി തവണ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്ന വിഭാഗക്കാരാണെന്നും യോജിപ്പിക്കുക, അവർക്ക് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ എഴുതി നൽകാൻ പോവുകയാണ് കോൺഗ്രസ് എന്നുള്ള പച്ചക്കള്ളം പറയുക, നിങ്ങളുടെ താലിമാല വരെ, നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകളുടെ താലിമാല വരെ കോൺഗ്രസ് എടുത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വീതം വയ്ക്കുമെന്ന് പറയുക, തികച്ചും അക്കാഡമിക് ആയിട്ടുള്ള മറ്റൊരു രീതിയിൽ. അതുപോലെ തന്നെ വേണമെങ്കിൽ ഭരണഘടനയിൽ തന്നെ സൂചിപ്പിച്ചു പറയുന്ന പോലെ നിർദ്ദേശിത
തത്വങ്ങളുടെയും മറ്റും ഒക്കെ ഭാഗമായിട്ട് പറയുന്നു. ഏറ്റവും പാർശ്വവൽകൃതരും അടിച്ചമർത്തപ്പെട്ടവരും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രാഥമികമായ പരിഗണന സമ്പത്തിൻ്റെ പുനർവിതരണത്തിലോ അല്ലെങ്കിൽ നയങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തോ നൽകണം എന്നുള്ള ഒരു വിശാലമായ അജണ്ടയുടെ ഭാഗമായിട്ട് മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നൊക്കെയുള്ള പച്ചക്കള്ളം വിളിച്ചു പറയുക രാജ്യത്തെമ്പാടും നടന്നുകൊണ്ട് അതൊരു സ്ഥലത്ത് മാത്രമല്ല, കർണാടകയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ വിവിധ റാലികളിൽ നിരവധിയായ തവണ ഇത് ആവർത്തിക്കുകയായിരുന്നു മോദി ചെയ്തത്. ഇലക്ഷൻ കമ്മീഷന് ഇത് സംബന്ധിച്ച പരാതി കിട്ടിയപ്പോൾ കമ്മീഷൻ എന്താണ് ചെയ്തത്? കമ്മീഷൻ ഇതിനെ സമീകരിക്കുകയാണ് ചെയ്തത്. മോദിക്കെതിരെയും പരാതി കിട്ടിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെയും പരാതി കിട്ടിയിട്ടുണ്ട്, ഖാർഗെക്കെതിരെയും പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുക. കമ്മീഷന്റെ തന്നെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ചെയ്യാത്ത രീതിയിൽ ആരാണോ വിദ്വേഷ പ്രസംഗം നടത്തിയത് അയാളോട് അതിനുള്ള വിശദീകരണം ചോദിക്കുക, അതായത് പാർട്ടി അധ്യക്ഷനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്ന നടപടിയെടുക്കുക. ഇതെന്തുകൊണ്ടാണ് ചെയ്തത്? മോദിയോട് നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുന്നു എന്നുള്ള ഒരു വാർത്തയും തലക്കെട്ടും അയാൾ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു തലക്കെട്ടുണ്ടാക്കുന്നതിന് ഉള്ള ഭയം കൂടിയാണ് ഇവിടെ സംഭവിച്ചത്. ഭയം എന്നുള്ളതിലുപരി BJP-യുടെ തന്നെ ഒരു ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കയ്യാണുമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അതിന് തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് JP നദ്ദയോട് വിശദീകരണം തരാൻ ആവശ്യപ്പെടുന്ന പോലെ എന്ന് പറയുന്നത്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം അതിലെടുത്ത നടപടി എന്താണെന്ന് നോക്കൂ, ഇവരൊക്കെ നിങ്ങൾക്ക് ഭാഷയെ നിയന്ത്രിക്കണം എന്നുള്ള മട്ടിലുള്ള ഒരു ചെറിയ ഉപദേശ രൂപേണയുള്ള ഒരു വർത്തമാനമാണ് പറയുന്നത്. ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്നത്. ഒന്ന്, സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കുകയും സമുദായങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷവും വെറുപ്പും വളർത്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മോദിക്കെതിരെ കേസെടുക്കേണ്ടതാണ്, നരേന്ദ്രമോദിക്കെതിരെ. രണ്ട്, അയാളെ അടിയന്തരമായി ഒന്നോ രണ്ടോ ദിവസത്തേക്കോ അതിലപ്പുറത്തേക്കോ പ്രചാരണത്തിൽ നിന്നും വിലക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതൊന്നും ചെയ്യാതെ BJP-യുടെ ഇത്തരം വർഗീയ പ്രചാരണങ്ങൾ ദിവസങ്ങളോളം നടത്തുന്നതിന് അനുമതി നൽകുകയും ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ നിന്നും ആർട്ടിക്കിൾ 324 തൊട്ട് 329 വരെയൊക്കെ ആയിട്ട് കൃത്യമായി അധികാരം കൊടുത്തിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ BJP-യുടെ വെറും ഒരു കയ്യാളായി മാറുകയും തങ്ങൾ വെറും ഒരു കടലാസപുലിയാണ് എന്ന് മാറ്റുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. ഇത് മറ്റൊരു കാര്യത്തെ കൂടിയാണ് ഇന്ത്യയിൽ വെളിവാക്കുന്നത്. അത് ഇന്ത്യ ഒരു ജനാധിപത്യം എന്നുള്ള രീതിയിൽ ഒരു എലക്റ്റഡ് ഓട്ടോക്രസിയിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും, ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ബൂത്ത് യന്ത്രങ്ങളായി ചെന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാത്ത വളരെ കൃത്യമായ രീതിയിൽ ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ ഏതാണ്ട് ഡിക്റ്റേറ്റർ എന്ന് വിളിക്കാവുന്ന ഒരു നേതാവിൻ്റെയും രീതിയിലേക്ക് അതിവേഗത്തിൽ പതിക്കുന്നു എന്നുള്ളതിൻ്റെയും ലക്ഷണങ്ങളാണ്. ഒരു ജനാധിപത്യത്തിൻ്റെ മരണത്തിൻ്റെയും ഒരു ജനാധിപത്യം നിർജീവമാവുകയും വൃഥാവസ്ഥയിലാവുകയും ചെയ്യുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഇന്ത്യൻ ജനാധിപത്യം കാണിക്കുന്നത്. അങ്ങനെ നിർജീവമാകുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ കോടതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്ക്രിയമാവുകയും അത് സ്റ്റേറ്റിന്, അവിടുത്തെ സർക്കാരിന് ഇത്തരത്തിലുള്ള ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിക്ക് കീഴടങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യ അതിൻ്റെ ലക്ഷണങ്ങൾ ഏതാണ്ട് വലിയ അളവിൽ കാണിക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്തത് അത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അത് നോക്കിയാലറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ബാൽ താക്കറെയെ പോലെ വർഗീയ വിഷവും പ്രചരിപ്പിച്ചിരുന്ന ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും ഹിന്ദുത്വ വർഗീയവാദത്തിന്റെ ഏറ്റവും ഭീകരമായ രൂപം പ്രസംഗിക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു ബാൽ താക്കറെ. ബാൽ താക്കറയ്ക്ക് എതിരെയുള്ള അറസ്റ്റ് വാറണ്ടോ സമൻസോ നടപ്പാക്കുന്നതിന് പോലീസിന് പോലും എത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ഗുണ്ടാ രാജാണ് ബാൽ താക്കറെ ബോംബെയിൽ നടപ്പാക്കിയത്. ആ ബാൽ താക്കറയെ പ്രചാരണത്തിൽ നിന്ന് വിലക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നൊക്കെ അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്ന് വേറെ കാര്യം, 6 വർഷത്തേക്ക് വിലക്കുന്ന തരത്തിലുള്ള നടപടികൾ എടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രം ഇന്ത്യക്കുണ്ട്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഏറ്റവും ഹീനമായ രീതിയിൽ, പ്രകടമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അടിതെറ്റുന്നു എന്നുള്ള ഒരു ഭീതി വന്നപ്പോൾ വളരെ കൃത്യമായി തങ്ങളുടെ വെറുപ്പിന്റെയും വർഗീയത വിഷത്തിന്റെയും മുസ്ലിം വിരുദ്ധതയുടെയും ജനാധിപത്യ വിരുദ്ധതയുടെയും എതിരാളികളെ കുറിച്ച് തുറ പറയുന്നതിന്റെയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള സംഘപരിവാർ അജണ്ട വള്ളി പുള്ളി തെറ്റാതെ പ്രയോഗിച്ച പ്രധാനമന്ത്രിക്കെതിരെ വെറും
നിശബ്ദമായി കാഴ്ചക്കാരായി നിന്നുകൊണ്ട് വേണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത്. റൈറ്റ്. ഇപ്പോൾ ഈ നരേന്ദ്രമോദിക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അതിനൊപ്പം രാഹുൽ ഗാന്ധിക്കെതിരായ പരാതി കൂടെ സ്വീകരിച്ച് രണ്ട് പാർട്ടികളുടെയും പ്രസിഡന്റുമാർക്ക് നോട്ടീസ് നൽകുക എന്ന് പറയുമ്പോൾ താങ്കളത് ഇതിനൊരു സമീകരണമായി കണ്ടു. ഈ രണ്ട് പരാതികളെയും എങ്ങനെയാണ് ഒരുപോലെ ഇലക്ഷൻ കമ്മീഷൻ കാണുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ച് ജാതി സെൻസസ് പരാമർശിക്കുക വഴി ഹിന്ദു സമുദായത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ പരാതി. മറ്റൊന്ന്, BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമം നടത്തും എന്നുള്ള ഒരു പരാമർശം. ഇത് വസ്തുതാവിരുദ്ധമായ പരാമർശമാണ്, അത് ഫാക്ച്വൽ അല്ല എന്നൊക്കെയാണ് BJPയുടെ പരാതി. അത് അതേപടി സ്വീകരിച്ചുകൊണ്ട് കമ്മീഷൻ പറയുന്നത് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകണം എന്നുള്ളതാണ്. ഒരു വശത്ത് വർഗീയമായി ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൈരം വളർത്താൻ പാകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം വളർത്താനോ പാകത്തിൽ പ്രസംഗിക്കുന്ന ഒരു അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെക്കുറിച്ചുള്ള പരാതി, മറുഭാഗത്ത് ഒരു സാമൂഹ്യനീതിയെക്കുറിച്ച് പറയുന്ന, ഭരണഘടനയുടെ നിലനിൽപ്പ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് എന്ന് അറിയാവുന്ന ജനങ്ങൾക്ക് മുൻപാകെ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന അട്ടിമറിക്കപ്പെടും എന്ന് പറയുന്ന മറ്റൊരു നേതാവ്, ഇതിന് രണ്ടിനെയും ഒരേപോലെ കാണുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ പൗരന്മാർക്ക് മുമ്പിലാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ പ്രവർത്തനം ഈ ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ പോലും ഇവർക്കില്ലാതായി പോകുന്നത് ഇത് ഭയം കൊണ്ടാണോ അതോ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു BJP മെക്കാനിസം പൂർണ്ണമായും മാറിയതിൻ്റെ തെളിവാണോ? ഇത് ഭയം എന്നുള്ളതിനേക്കാൾ ഉപരി, ഭയം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ ഉൾപ്പെടാത്ത നമ്മൾക്കെതിരെ നിൽക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തിയോടുള്ള ഒരു ഒന്നിനെയാണ് നമ്മൾ ഭയം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിലെ അതിൻ്റെ ഭാഗമായ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഭയത്തെക്കാളുപരി അത് കൃത്യമായ വിധേയത്വമാണ്. അത് അവര് ഈ സംവിധാനവുമായിട്ട്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ഭരണകൂടവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരം ഉദ്യോഗസ്ഥരും മനുഷ്യരും ആണ് അവർ എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. നമ്മളത് വെറും ഭയം കൊണ്ട് മാത്രമല്ല, ഭയം കൊണ്ട് ഉണ്ടാകുന്നത് കീഴടങ്ങൽ ആയിരിക്കാം, ഭയം കൊണ്ടുണ്ടാകുന്നത് നിശബ്ദതയായിരിക്കാം. പക്ഷെ ഇത് വെറും കീഴടങ്ങലോ നിശബ്ദതയോ മാത്രമല്ല, വളരെ സജീവമായി ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ നടപടികൾ നടപ്പാക്കുന്ന മനുഷ്യരായിട്ട് അവർ മാറുകയാണ്. ഇപ്പോൾ ദ ക്വിൻറ്റ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് 2019 മാർച്ച് മുതൽ ഇതുവരെ 29 പരാതികളാണ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകുന്നത്. ഇതിൻ്റെ കോപ്പിയൊക്കെ ക്വിൻറ്റ് കൈവശമുണ്ടെന്ന് അവർ പറയുന്നു. ചിലതിൻ്റെ പരാതികളുടെ പകർപ്പൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 29 പരാതികൾക്ക് പല സ്വഭാവമാണ്. ഭൂരിഭാഗം എണ്ണവും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വൈരം അല്ലെങ്കിൽ വിദ്വേഷം വളർത്തുന്ന വിധത്തിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ചിലത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന് സേനാ വിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പരാതികളാണ്. പക്ഷേ ഈ പരാതികൾ ഒന്നിൽ പോലും ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തതായിട്ട് കാണുന്നേയില്ല. അപ്പോൾ ഇത് എന്താ പറയുക, യാതൊരു ഭംഗവും കൂടാതെ അദ്ദേഹത്തിൻ്റെ അജണ്ടയ്ക്കൊത്ത് പ്രവർത്തിച്ചുകൊള്ളട്ടെ എന്ന് കുറേ കാലമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച് അങ്ങനെ പോകുന്നു എന്ന് നമ്മൾ കരുതണം. വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനം എന്നുള്ളതിൽ നിന്ന് മാറി മോദിക്കും BJPക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി എന്നാണ് നമ്മൾ കാണേണ്ടത്. അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൂടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പരാതികളുടെയൊക്കെ കാര്യത്തിൽ ഇപ്പൊ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന അശോക് ലവാസയൊക്കെ നിർദ്ദേശിച്ച പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടുന്ന എല്ലാ പരാതികളും കൃത്യമായിട്ട് അതിന്റെ കോപ്പി അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഒപ്പം തന്നെ എന്ത് നടപടി അതിനെടുത്തു എന്ന് കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ സ്വീകരിക്കാതെ അങ്ങനെയാണ് ഏത് പരാതി കൊടുത്താലും വളരെ കൃത്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സമീകരണ പരിപാടി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് BJP വന്നാൽ ഭരണഘടനയെ അട്ടിമറിക്കും, അല്ലെങ്കിൽ സംവരണ നയങ്ങളിൽ വെള്ളം ചേർക്കും എന്നൊക്കെയുള്ളത്
വളരെ കൃത്യമായി നയപരിപാടികളിലൂന്നിയിട്ടുള്ള BJP-ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ്. അതുപോലെയല്ല കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നവർക്ക് രാജ്യത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യാൻ പോകുന്നതാണെന്നും ഒരു വിഭാഗം ആളുകൾ നുഴഞ്ഞുകയറ്റക്കാരാക്കി പോലുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതുപോലെയല്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങളുടെ വീട്ടിലെ സ്വർണം എടുത്തുകൊണ്ടുപോയിട്ട് കൊടുക്കുമെന്നുള്ള പരിപാടിയുണ്ട് എന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വശത്ത് വിദ്വേഷവും വെറുപ്പും വർഗീയതയും നുണയും അവാസ്തവങ്ങളും പ്രചരിപ്പിക്കുന്നതും ആശയപരമായിട്ട് BJP എതിർക്കുന്നതിനെയും ഒരേപോലെ കാണുക എന്ന് പറയുന്നത് മറ്റതിനെ BJP-യുടെ ഈ വർഗീയ വിഷപ്രചരണത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് ഒരു വളരെ ആഴത്തിലുള്ള ഒരു ഭരണകൂട സത്യത്തിനൊരു നുഴഞ്ഞുകയറ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തില്ല. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ഡീപ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പരിപാടി സംഘപരിവാദം നടത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപോലെ മമതാ ബാനർജിക്കെതിരെ ഏറ്റവും അധികം വിഷമം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ഹീനമായ വ്യക്തിഹത്യ നടത്തുന്ന പ്രചരണം നടത്തിയത് കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് RSS ആണെന്ന് പറഞ്ഞ് രാജിവെച്ചു പോകുന്ന അഭിജിത് ഗംഗോപാധ്യായ എന്ന് പറയുന്ന ഇപ്പോഴത്തെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ചിത്രരഞ്ജൻ ദാസ് എന്ന മറ്റു പേരുള്ള ആ ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ RSS-കാരനായിരുന്നു, ഇനി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒരു ഒപ്പോർച്യൂൺ മൊമെന്റ് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് അയാൾ പറഞ്ഞത്. അതായത് നമ്മളുടെ ഭരണ സംവിധാനത്തിൽ നിഷ്പക്ഷമെന്നോ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കുമെന്നോ കരുതുന്ന ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനങ്ങളിലെല്ലാം RSS-ഉം സംഘപരിവാർ കൃത്യമായി അതിന്റെ പിടിമുറുക്കിയിരിക്കും. അതിന്റെ ഭാഗമായാണ് അതുകൊണ്ടാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഇത്തരത്തിൽ നീതി പ്രതീക്ഷിക്കാൻ കഴിയാത്തത്. അവർ ചെയ്യില്ല. കാരണം അത് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഭയം എന്നുള്ളതിനുപരി ഈ ഹിന്ദുത്വ രാഷ്ട്രീയ സംവിധാനത്തിന്റെയും സ്റ്റേറ്റിന്റെയും ഭാഗമായാണ് അത് പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള എല്ലാ സംവിധാനങ്ങളെയും ദുർബലമാക്കുന്നതിന് വേണ്ടി സർക്കാർ ചെയ്ത പരിപാടികളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണവും ഈ EC-യുടെയാണ്, ഇലക്ഷൻ കമ്മീഷന്റെയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്ന പ്രോസസ്സ് സർക്കാരിന്റെ തന്നെ പ്രതിനിധികൾ മാത്രമുള്ള ഒരു സെലക്ഷൻ പാനലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന്. അതിനുവേണ്ടി സുപ്രീം കോടതി അതിനു മുമ്പ് ജസ്റ്റിസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നൽകിയ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് അത് സർക്കാരിന് മാത്രം നിയന്ത്രിക്കാവുന്ന ഒരു സമിതിയാക്കി മാറ്റിയിട്ടാണ് ഭരണഘടനാ ഭേദഗതി അടക്കം കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയുടെ അവസാന പടികളിലൊന്നാണ്. ഇതിനെ മറികടക്കാനുള്ള ഒന്നാകുമോ ഈ വിധി എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. സത്യത്തിൽ ഒരു ഫെയർ പ്ലേ നടത്താൻ അനുവദിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും തുല്യമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള കളിക്ക് വേണ്ട മത്സരത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ഒരു കാര്യം. എന്താണ് ചെയ്യുന്നത്? സർക്കാരിന്റെ എല്ലാവിധ അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രതിപക്ഷ രാഷ്ട്രീയക്കാരെ തടവിടുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെയൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുക, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, വിലകൊടുത്തുവാങ്ങുക, ഇത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഏതൊക്കെ വിധത്തിൽ ദുർബലമാക്കാമോ അതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മാത്രമായിട്ടൊരു രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇന്ത്യയിലെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് സർക്കാരുകളെ അട്ടിമറിക്കുന്നു. BJP സർക്കാർ ഉണ്ടാക്കുന്നു. കർണാടകത്തിൽ, മധ്യപ്രദേശിൽ എല്ലാം ഇതല്ലേ അവർ ചെയ്തത്. അങ്ങനെ മഹാരാഷ്ട്രയിൽ ഇത് ചെയ്യാൻ കഴിയാത്തിടങ്ങളിൽ രാജിവെപ്പിച്ചുകൊണ്ട് പുതിയ മത്സരം നടത്തി അതിൽ തങ്ങളുടെ പണക്കുഴപ്പവും ഉണ്ടായസും ഒക്കെ കൊണ്ട് ആളുകളെ വിജയിപ്പിച്ചെടുക്കാവുന്ന എല്ലാ വഴികളും നോക്കുന്നു. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഓരോ സൂക്ഷ്മ കോശങ്ങളെയും ഇല്ലാതാക്കുകയാണ് ഇന്ത്യയിൽ BJP ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായി മാറി എന്നുള്ള വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മറികടക്കാനുള്ള വഴികളെ ഓരോന്നോരോന്നായി അടയ്ക്കുന്ന ഒരു ദൃശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ഭാഗമായതിലൂടെ കാണുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ആരോഗ്യമാണ്. ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ആശയപ്രകടനങ്ങളും അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അവരെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നവരോ ആണോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അത് നടപ്പാക്കേണ്ട
അങ്ങനെ അതിന് ഉത്തരം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകുമോ എന്നുള്ള തരത്തിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പും ഇന്ത്യയുടെ രാഷ്ട്രീയവും ചിഹ്നത്തിൽ നിൽക്കുന്നത്. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന വലിയ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ആക്രമിച്ചില്ലാതാക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു പരിപാടി കൂടി നടപ്പാക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അമിത് ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ വൺ നേഷൻ വൺ ഇലക്ഷൻ ആയിരിക്കും എന്നുള്ളത്. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള പരിപാടി നടപ്പിലാക്കുന്നതിന് ഏറ്റവും ഇവർക്ക് കയ്യാളായി പ്രവർത്തിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ആദ്യം ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് തെരഞ്ഞെടുപ്പിൽ വലിയ അഴിമതി ഉണ്ടാക്കുമെന്നും കടലാസ് കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക്, പ്രധാനമായും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഫണ്ടിങ്ങിനുള്ള ഒരു പരിപാടിയാക്കി മാറ്റുമെന്നും അത് തെരഞ്ഞെടുപ്പിനെ സമ്പൂർണ്ണമായ തരത്തിൽ പണാധിപത്യത്തിന്റെയും കോർപ്പറേറ്റ് സ്വാധീനത്തിന്റെയും ഒരു പരിപാടിയാക്കുമെന്നുമുള്ള വാദങ്ങളെ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം നിലപാടെടുത്തത് സുപ്രീം കോടതിയിലെ കേസിലടക്കം. പക്ഷെ പിന്നീട് ഉണ്ടായി സർക്കാരിന്റെ കൃത്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ആ പ്രോസസ്സ് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ തകിടം മറിയുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്തരത്തിലുള്ള നിശബ്ദമായ ഒരു സാധൂകരണത്തിനെ മറികടന്നുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വളരെ സുപ്രധാനമായ, ചരിത്രപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയത്തിൽ വളരെ കൃത്യമായി ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിൽ ഒരു തകിടം മറിച്ചിൽ സുപ്രീം കോടതിയിൽ എടുത്തതിന്റെ കാരണം അത് സമ്പൂർണ്ണമായി ഒരു മോദി തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് കമ്മീഷനായി മാറി എന്നുള്ളതിന്റെ പേരിലാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം പ്രഖ്യാപിക്കുന്നതിലേക്ക് പോളിംഗ് കണക്കുകൾ സമ്പൂർണ്ണമായി പുറത്തുവിടുന്നത് വളരെ കാലതാമസം വരുത്തിയാണ് പുറത്തുവിടുന്നത്. അതിനെതിരെ ഖാർഗെ നൽകിയ പരാതി, അതുപോലെ തന്നെയുള്ള ഖാർഗെ അതിനെതിരെ പറഞ്ഞതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് മറ്റൊരു വക്താവിനെ ആക്രമിക്കുന്ന പോലെയുള്ളൊരു മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ അതിന് നൽകിയിട്ടുള്ളത്. വളരെ വ്യക്തിപരമായി തന്നെയും അല്ലെങ്കിൽ രാഷ്ട്രീയമായും ആക്രമിക്കുന്ന ഒരു മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഔന്നത്യത്തിന് ചേരുന്ന മറുപടി പോലുമല്ല ആ വിഷയത്തിൽ ഖാർഗെക്ക് നൽകിയത്. അവർ സുപ്രീം കോടതിയിലടക്കം പറഞ്ഞത് എന്താ, ഇത്തരം ഈ ഫോം 17 അനുസരിച്ചിട്ടുള്ള കണക്കുകൾ കൃത്യമായിട്ട് നൽകുന്നതിന് വിമുഖതയാണ് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിനെ കൂടുതൽ സുതാര്യമാക്കുക, സ്വതന്ത്രവും സുതാര്യവുമാക്കുക എന്നുള്ളതിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ കൂടുതൽ അടഞ്ഞ പ്രക്രിയയാക്കുക എന്നുള്ളതിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. അതായത് ജനാധിപത്യം കൂടുതൽ സുതാര്യവും സ്വതന്ത്രമാകുക എന്നുള്ളതിൽ നിന്നും ജനാധിപത്യം ഇല്ലാതാവുക, ജനാധിപത്യത്തിന്റെ മരണത്തിന് അതിന്റെ ക്രിയകൾ, മരണാനന്തര ക്രിയകൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണ്. വളരെ കൃത്യമായി ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ കയ്യാളുകളാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ഏറ്റവും ഉറക്കെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയതാണ് നമ്മളിപ്പോൾ കാണുന്നത്. റൈറ്റ്. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ കൽക്കട്ട ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരുടെ കാര്യം പ്രമോദ് സൂചിപ്പിച്ചു. ഒരാൾ രാജിവെച്ചിറങ്ങി BJPയുടെ സ്ഥാനാർത്ഥിയാവുന്നു, മറ്റൊരാൾ വിരമിച്ചതിന് ശേഷം ഞാൻ ഇത്രയും കാലം RSSകാരനായിരുന്നു, ഇനി RSSന്റെ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഇത് നമ്മുടെ ജുഡീഷ്യറിയിൽ ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ ഏത് വിധത്തിലാണ് ഈ ചിന്താഗതി, ഹിന്ദുത്വ വർഗീയതയുടെ അംശങ്ങൾ സ്വാംശീകരിച്ചവർ എത്തിപ്പെട്ടിരിക്കുന്നത്, അവരതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതേ കോടതിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊരു നടപടി ഉണ്ടായി. തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാതി, തങ്ങളുടെ നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ BJP പരസ്യം നൽകുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പരസ്യം നൽകുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട്, അത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാതിരുന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും കൽക്കട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ്, ഇത് നിങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് BJPയോട് പറയുകയും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം കണ്ടിട്ട് നടപടിയെടുക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് ഉയർന്ന ബെഞ്ചിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഹൈക്കോടതി പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദിയുടെ ഇത്തരം പ്രസംഗങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിട്ട് അതിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ ഇതേ പരാതിയുമായി ഡൽഹി ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലുമൊക്കെ ഈ പരാതിക്കാരിൽ ചിലരെങ്കിലും പോരുന്നു. പക്ഷേ അവിടെ
ഇതൊക്കെ ഇത് ഇലക്ഷൻ സമയമാണ്, ഈ സമയത്ത് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് മാറുകയാണ് അപ്പുറത്തെ കോടതികൾ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ, രാജ്യത്തെ ജനസമൂഹത്തെ നേർക്കുനേർ ഭിന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതിൽ കമ്മീഷൻ ഇടപെടാതിരിക്കുമ്പോൾ ജുഡീഷ്യറിക്ക് ഞങ്ങളിങ്ങനെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നിസ്സംഗമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? അതോ കൽക്കട്ട ഹൈക്കോടതി ചെയ്തതുപോലെ ചില ഘട്ടങ്ങളിൽ നമ്മളിതിൽ ഇടപെടേണ്ടതുണ്ട് എന്നൊരു ക്രിയാത്മകമായൊരു റോള് വഹിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജുഡീഷ്യറിക്കില്ലേ? തീർച്ചയായും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, ജുഡീഷ്യറിയുടെ മേൽനോട്ടാധികാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും ഇന്ത്യയിലെ ഭരണഘടനാ കോടതികൾക്ക് അതിന്റെ മുകളിൽ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരമുണ്ട്. പ്രസിഡന്റിന്റെ തീരുമാനങ്ങളുടെ മുകളിൽ പോലും അതുണ്ട്. ഓരോ നമ്മൾ മുൻപത്തെ നിരവധിയായിട്ടുള്ള സുപ്രീം കോടതി വിധികളിലെല്ലാം ആവർത്തിച്ച് പറയുന്നത്, ഗവർണർമാരുടെ ആയാലും പ്രസിഡന്റിന്റെ ആയാലും സംസ്ഥാന സർക്കാരുകളെയൊക്കെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള അധികാരത്തിന്റെ മുകളിലായാലും എന്ത് നടപടിയുടെ മുകളിലായാലും അതിന് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള അധികാരം. അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ അതിൽ സങ്കീർണമായ നിരവധിയായിട്ടുള്ള അതിരുകളുള്ള വ്യാഖ്യാന മേഖലയാണ്. പക്ഷേ വളരെ ലളിതമായി പറഞ്ഞാൽ ഭരണഘടനയുടെ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നാണ് ഈ രാജ്യം പ്രവർത്തിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം പ്രവർത്തിക്കുന്നത്. ഭരണഘടനയ്ക്ക് അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്, അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ ഭരണഘടന അടിസ്ഥാന തത്വങ്ങൾക്ക് പുറമെ ഭരണഘടനയിലെ എല്ലാ അനുച്ഛേദങ്ങളും അതിൻ്റെ വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുമുണ്ട്. ആ ഭരണഘടനയ്ക്ക് കീഴിൽ ആണ് പ്രസിഡന്റ് അടക്കം ഈ രാജ്യം തന്നെ ഭരണഘടനയ്ക്ക് കീഴിലാണ് നിലനിൽക്കുന്നത്. ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഭരണഘടന പ്രകാരമാണ്. അങ്ങനെയാണ് ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഈ രാജ്യം എന്താണ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ആ രാജ്യത്ത് ഭരണഘടനയ്ക്ക് കീഴിലാണ് എന്തും നടക്കാവും. അങ്ങനെ നടക്കുന്ന എന്ത് വിഷയത്തിലും അതിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്നതിനുള്ള അധികാരം, അതിന് ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? ഭരണഘടന കോടതിയിൽ എന്നുള്ളതാണ്. അതിനുള്ള അധികാരമുള്ള സ്ഥാപനമാണ് ഭരണഘടനാ കോടതി. ലളിതമായാണ് ഞാൻ ഇത് പറഞ്ഞത്. അതായത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് എല്ലാ കോടതി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇടപെട്ടു എന്നാണ് കോടതി പറയേണ്ടത്. കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജീവശ്വാസങ്ങളിൽ ഒന്നാണ് ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന്, ആ തെരഞ്ഞെടുപ്പിനെ വർഗീയ വിഷം കലർത്തുന്നതിന്, ആ തെരഞ്ഞെടുപ്പിൽ ഭരണകൂടാധികാരത്തിന്റെ തെറ്റായ പരിപാടികൾ ഉപയോഗിക്കുന്നതിന്, ശക്തി ഉപയോഗിക്കുന്നതിന് ഒക്കെ എതിരെ നിലപാടെടുക്കേണ്ട ഒരു സ്ഥാപനമാണ് കോടതി. അപ്പൊ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയും ഒക്കെ അടക്കമുള്ളതിൽ നിന്നുള്ള വളരെ നിഷേധാത്മകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു സിംഗിൾ ബെഞ്ചിന്റെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ പക്ഷത്ത് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിരീക്ഷണം ഒക്കെ നമ്മളിതിൽ കണ്ടു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൽ കാണുന്നു. അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ ഒരു സമഗ്രാധിപത്യ ഭരണകൂടമായി മാറുന്നതിൻ്റെയും ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയായി മാറുന്നതിൻ്റെയും ആ വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ലിബറൽ ഡെമോക്രസിയുടെ ഭാഗത്തു നിന്നും, ഉദാര ജനാധിപത്യത്തിന്റെ വക്താക്കളുടെ ഭാഗത്തു നിന്നും, അതിൻ്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പുണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും അതിന് കീഴടങ്ങാനാണ് ലിബറൽ ഡെമോക്രാറ്റുകളുടെ ഒരു താല്പര്യമെങ്കിൽ പോലും അതിനുള്ള ഒരു ചെറുത്ത് നിൽപ്പും എതിർപ്പും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് നമുക്ക് സുപ്രീം കോടതിയുടെ വിധികളിലോ ഇന്ത്യൻ ഭരണഘടനാ കോടതികളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിലോ ഒക്കെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഏത് തലം വരെ ഈ ഹിന്ദുത്വ സമഗ്രാധിപത്യ ഭരണകൂടത്തിന് പോകാം എന്നുള്ളത് വരുമ്പോൾ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ ഭരണഘടനാ കോടതിയുടെ വിധികളിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കേസിലായാലും മറ്റു ചില കേസുകളിലായാലും ഒക്കെ അത്തരത്തിലുള്ള ചില വിധികൾ വരുന്നു. ഇപ്പോൾ കേജ്രിവാളിന് ജാമ്യം കൊടുക്കുന്നു. കേജ്രിവാളിന് ജാമ്യം കൊടുക്കുന്ന സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ജാമ്യത്തിലുപരിയായിട്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അവകാശത്തെ കൂടി സ്പർശിക്കുന്ന ഒരു ജാമ്യവിധിയാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ചില സമയങ്ങളിൽ ജനാധിപത്യത്തെ എത്രത്തോളം അളവിൽ ഞെരുക്കാം, വക്രീകരിക്കാം എന്നുള്ളത് ഈ ലിബറൽ ഡെമോക്രസിയുടെ അവശേഷിക്കുന്ന ചില ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് ഫാഷിസ്റ്റ് ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുതിയ വരുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം വിധികൾ, ഇത്തരം ചെറിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്.
എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്കൽ അജണ്ടയുമായിട്ട് വലിയ തർക്കമൊന്നുമില്ലാതെ സമരസപ്പെട്ടു പോകുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ ജുഡീഷ്യറി അതിന്റെ വിധികൾ, അത് അയോധ്യ ആയാലും ശരി, മറ്റ് നിരവധി വിധികളായാലും ശരി, നമുക്ക് കാണിക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ചും ഭരണകൂടത്തിന്റെ ഡീപ് സ്റ്റേറ്റ് അധികാരങ്ങളെയൊക്കെ ഉപയോഗിക്കുന്ന പൗരാവകാശങ്ങളിലൊക്കെ കടന്നു കയറുന്ന തരത്തിലുള്ള BJP സർക്കാരിന്റെയൊക്കെ നടപടികളോട് സുപ്രീം കോടതി അത്ര ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിന്നല്ല പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഈ തർക്കം നിലനിൽക്കുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ രാജീവ് പറഞ്ഞ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ വിധിയും അതേസമയം നിഷേധാത്മകമായ മറ്റു വിധികളൊക്കെ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ തന്നെ ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ഭാഗമാണ്. ലിബറൽ ഡെമോക്രസിയും ഫാഷിസ്റ്റ് ഭരണകൂടവും തമ്മിൽ ജനാധിപത്യത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് നമ്മൾ ജഡ്ജിമാർ പുറത്തു വരുന്നത് കണ്ടില്ലേ. ഒരാൾ വന്ന് ഇന്നലെ വരെ കേസുകളിൽ വിധി പറഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം രാജിവെച്ചിട്ട് മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതിന് അയാൾക്ക് ഭരണഘടനാപരമായി നിയമപരമായും അവകാശമുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ നീതിന്യായ വ്യവസ്ഥയോടുള്ള അതിന്റെ ജനാധിപത്യ പ്രതിബദ്ധതയോടുള്ള നിഷ്പക്ഷതയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ അത് എത്രമാത്രം ഹനിക്കുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കണം. ഒരു ജഡ്ജി റിട്ടയർ ചെയ്തു എന്ന് പറയുന്നു, ഞാൻ RSSകാരനായിരുന്നു എന്ന്. അയാളത് പറഞ്ഞത് നല്ല കാര്യം. പറയാത്ത ഇപ്പൊ തന്നെ സർവീസിലിരിക്കുന്ന എത്ര ആളുകളുടെ വിധികളിലൂടെയൊക്കെ അവരെന്ത് RSSകാരാണ് എന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ലാത്ത വിധികളാണല്ലോ ഇപ്പോ. വളരെ പ്രകടമായി തന്നെ ഇതിലിപ്പോ വേറെ സംശയമൊന്നുമില്ല. RSS എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക പാർട്ടിക്കാരനായതൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ഇപ്പൊ ഖാൻവിൽക്കറിന്റെയൊക്കെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് അച്ചാരമെടുത്ത ഒരാളുടെ ജഡ്ജ്മെന്റ് പോലെയാണ് ഖാൻവിൽക്കറിനൊക്കെ ജഡ്ജ്മെന്റ്. ഇപ്പൊ PMLAക്ക് യുടെയൊക്കെ ഭരണഘടനാ സാധുത നൽകിയത്, അതുപോലെ തന്നെ ഹിമാൻഷു കുമാറിന്റെ ടീസ്റ്റാ സത്യൽവാദിനിയൊക്കെ എതിരായിട്ട് അന്വേഷണ ഏജൻസികളോട് കേസെടുക്കാൻ ആവശ്യപ്പെടുന്ന മാതിരിയൊക്കെ ഒരു ഭരണഘടനാ കോടതിയിൽ നിന്നും വരാൻ പാടില്ലാത്ത വിധത്തിലുള്ള RSSന്റെ നടത്തിപ്പ് ജഡ്ജ്മെന്റ് പോലെയുള്ള ഭരണകൂടത്തിന്റെ RSS എന്നുള്ള ഉപരിയായിട്ട് സ്റ്റേറ്റിന്റെ വെറും ഒരു എക്സിക്യൂട്ടീവ് ആമായിട്ട് ഒരു അനക്സർ ഓഫ് പോലീസ് സ്റ്റേഷനായിട്ട് സുപ്രീം കോടതി പോലുള്ള ഒരു വലിയ സ്ഥാപനം മാറുന്നു എന്നുള്ള ഇത് വളരെ കൃത്യമായിട്ട് പറയുന്ന ജഡ്ജ്മെന്റുകളാണ് ഖാൻവിൽക്കറിന്റെ ജഡ്ജ്മെന്റ്. ഞാൻ പറഞ്ഞത് ചിലർ പുറത്തു എന്ന് പറയുന്നു, ചിലർ അകത്തിരുന്ന് എഴുതുന്നു എന്നേ നമുക്ക് ആ കാര്യത്തിൽ പറയാൻ. റൈറ്റ്. ഇപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പേരിനാണെങ്കിൽ ഒരു ഉപദേശ രൂപത്തിൽ 2 പ്രസിഡന്റുമാർക്കും നിങ്ങളുടെ താരപ്രചാരകരോട് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും നടത്താതിരിക്കണം എന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ഒരു കേസ് വന്നാൽ ഇലക്ഷൻ കമ്മീഷന് ഇതാ ഞങ്ങളിത് പരിശോധിച്ചു, ഞങ്ങൾ 2 പേരോടും വിശദീകരണം ചോദിച്ചു, വിശദീകരണം ന്യായയുക്തമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് മേലാൽ ഇങ്ങനെ പറയരുത് എന്ന് അവരോട് പറയുകയും ചെയ്തു, അങ്ങനെ ഞങ്ങൾ ആ ഫയൽ ക്ലോസ് ചെയ്തു എന്ന് നിയമപരമായി കാര്യങ്ങൾ ഭംഗിയാക്കി വെച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ളൊരു നടപടിയല്ല ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇയാൾ മോദിയുടെ രാജസ്ഥാനിലെ ബൻസ്വാഡ പ്രസംഗത്തിന് എത്രയോ ദിവസം അതിന്റെ തൊട്ട് പിറ്റേ ദിവസം കൊടുത്ത പരാതിയാ. അതിൽ തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അതിലൊരു നടപടിക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുന്നു പോലും. അതിൽ എന്തെങ്കിലും ഒരു ഈ ഉപദേശം വരുന്ന പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയാറാകുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് 44 ദിവസത്തോളമല്ലേ തെരഞ്ഞെടുപ്പിന്റെ ഒരു 44 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങൾ നോക്കുന്നതിനും അത് നടപടിയെടുക്കുന്നതിനുമുള്ള കൃത്യമായ സമയം കിട്ടിയിട്ടും അതൊന്നും ചെയ്യാതെ നീട്ടി കൊണ്ടുപോയി ഇത്തരം വിഷപ്രചരണങ്ങൾ ആവോളം നടത്തുന്നതിന് BJPക്കും BJPയുടെ നേതാക്കന്മാർക്കും മോദി അടക്കമുള്ള നേതാക്കന്മാർക്കും അനുമതി നൽകുന്ന ഒരു പരിപാടിയാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ കൊടുത്ത ഈ ഉപദേശം എന്ന് പറയുന്നത് വെറുതെ പത്രത്തെ കൊടുക്കുന്ന എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഉള്ളൊരു പരസ്യം മാത്രമായിട്ട് കണ്ടാൽ മതി. ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെറുമീനുകൾക്കെതിരെ ഇപ്പോൾ ഈ അഭിജിത്ത് നേരത്തെ പറഞ്ഞ ഈ രാജിവെച്ച് മത്സരിക്കുന്ന ജസ്റ്റിസ് ഈ ഇയാളുണ്ടല്ലോ ഗംഗോപാധ്യായ, അഭിജിത്ത് ഗംഗോപാധ്യായ, അയാൾ ഒരു ദിവസത്തെ 24 മണിക്കൂർ നേരത്തേക്ക് വിലക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ വളരെ ഈ ചെറുമീനുകൾക്കെതിരെ എടുക്കുന്ന നടപടി പോലെയാണ്. പ്രശ്നം കിടക്കുന്നത് മുഴുവൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നരേറ്റീവിനെ തന്നെ മുസ്ലിം വിരുദ്ധതയുടെയും വർഗീയതയുടെയും ഭാഗമാക്കുകയും എതിർകക്ഷികളെ കുറിച്ച്
കളവ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാക്കുകയും ചെയ്തത് മോദിയാണ്. നരേന്ദ്രമോദിയാണ് ഈ വിഷം നിറഞ്ഞ നരേറ്റീവിനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കിയത്. അയാളാണ് അതിന്റെ പ്രോദ്ഘാടകൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അയാൾക്കെതിരെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി അധ്യക്ഷന്മാർക്ക് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെയല്ലേ, നാളെ കാണാത്തവരല്ലേ എന്നുള്ള മട്ടിലുള്ള വെറും കാർന്നൊരു വർത്തമാനം പറയുന്ന ഒരു സ്ഥാപനമായിട്ടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യവും വിഭാവനം ചെയ്തു. അതിനെതിരെ അധികാരങ്ങൾ കൊടുത്തു. തങ്ങൾക്കുള്ള അധികാരങ്ങളെ പോക്കറ്റിൽ മടക്കി വെച്ച് മോദിയുടെ കയ്യാളുകളായിട്ട് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് ഏതെങ്കിലും തരത്തിൽ അവർ ക്ലെയിം ചെയ്യുന്ന രീതിയിൽ ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു 3/2 ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നായി മാറുകയാണെങ്കിൽ അത് എത്രമാത്രം വിനാശകരമായിരിക്കുന്നു. മാത്രമല്ല ജനാധിപത്യത്തിന്റെ അവസാനമാണ് ഇന്ത്യയിൽ നടക്കുക എന്നുള്ളതിലേക്കുള്ള ചൂണ്ടുവല കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴുള്ള നടപടികൾ. തീർച്ചയായും അവര് BJP ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിലേക്ക് സമ്പൂർണ്ണമായി ആണ്ടിറങ്ങിയത് അവർ ക്ലെയിം ചെയ്ത് അവകാശപ്പെടുന്ന രീതിയിലുള്ള ഈ 400 സീറ്റ് പോയിട്ട് 300 സീറ്റ് തന്നെ എത്തുമോ എന്നുള്ള സംശയങ്ങൾ വളരെ കൃത്യമായി അങ്കലാപ്പായി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെയും ജനാധിപത്യ പ്രതിരോധങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് നൽകുന്ന ഒരു ആശ്വാസം. അതിനെ അട്ടിമറിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യർ ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഏറ്റുമുട്ടത്ത് BJPക്കെതിരെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൂടിയാണ് എന്നുള്ളതാണ് അവസ്ഥ. റൈറ്റ്, അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ BJPയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഒരുപക്ഷെ 2014 മുതൽ 2014 ശേഷം ഇങ്ങോട്ട് പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ സംബന്ധിച്ചുള്ള പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി BJPക്ക് വേണ്ടിയല്ല, BJPയുടെ ഭാഗമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.